രമേശ് ചെന്നിത്തലയും കെ ബാബുവും ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രിയും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും വി എസ് ആവശ്യപ്പെട്ടു. LDFന്റെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ്. സോളാർ അഴിമതി കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ബാർ കേസിൽ KM മാണിയുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDFന്റെ സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പുതിയ ആരോപണം ഉന്നയിച്ചത്. ബാർ ഉടമകളിൽ നിന്ന് KM മാണിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് മന്ത്രി കെ ബാബുവും ഓഹരി കൈപ്പറ്റിയിട്ടുണ്ട്. ബാർ ഉടമകളിൽ നിന്ന് 1 കോടി KM മാണി കൈപ്പറ്റി. അതേസമയം ബാക്കി തുകയായ 19 കോടി ചെന്നിത്തലയും കെ ബാബുവും ചേർന്ന് വീതിച്ചെടുത്തുവെന്നും വി എസ് പറഞ്ഞു. രമേശ് ചെന്നിത്തല, കെ ബാബു, KM മാണി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ രാജിവെച്ച് വിചാരണ നേരിടണമെന്നും വി എസ് ആവശ്യപ്പെട്ടു. 2 കോൺഗ്രസ് മന്ത്രിമാർക്കും പണം കൊടുത്തു എന്നാണ്. ആരാണ് ആ 2 കോൺഗ്രസ് മന്ത്രിമാർ? ഒന്ന് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല, മറ്റൊന്ന് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിസ്റ്റർ ബാബു. അപ്പൊ ഇവരൊന്നും തന്നെ മര്യാദയ്ക്ക് സത്യസന്ധമായ അന്വേഷണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്നൊഴിഞ്ഞിട്ട് ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവവും ജനാധിപത്യപരവുമാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതേസമയം കേരളം കണ്ട കോഴമുഖ്യനാണ് ഉമ്മൻചാണ്ടിയെന്നും അഴിമതി ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയെന്നും CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സെക്രട്ടറിയിൽ നടന്ന ധർണയിൽ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, MP മാരായ A സമ്പത്ത്, TN സീമ, മുൻ സ്പീക്കർ M വിജയകുമാർ, മേയർ K ചന്ദ്രിക, V ശിവൻകുട്ടി MLA തുടങ്ങിയവരും പങ്കെടുത്തു. LDFനോട് അനുഭാവമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ധർണയിൽ പങ്കെടുത്തു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും LDF ധർണ സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് കളക്ടറേറ്റിൽ നടന്ന ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമായ CP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മേയർ AK പ്രേമജം, P മോഹനൻ, കാനത്തിൽ ജമീല, P വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. VSനെതിരെ മന്ത്രി കെ ബാബു. VS അങ്ങാടിയിൽ നിന്ന് അനാവശ്യം പറയരുതെന്ന് കെ ബാബു പറഞ്ഞു. VS തരം താഴരുതെന്നും ബാബു. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. VS അച്യുതാനന്ദനെ പോലെയുള്ള ഉന്നതനായ പ്രതിപക്ഷ നേതാവ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹത്തിന് സംസ്ഥാനത്ത് 10 ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കാനുള്ള കോടതി വിധി നടപ്പാക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചതായി സർക്കാർ കോടതിയിൽ പറഞ്ഞു. നികുതി വകുപ്പ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇരുവരെയും കോടതി ഒഴിവാക്കി. കേസ് ഈ മാസം 12-ന് കോടതി വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്തെ പൂട്ടിയ ബാറുകൾ തുറന്നു. ബിയർ, വൈൻ പാർലറുകൾ അനുവദിച്ച 150 ബാറുകളാണ് ഇന്ന് തുറന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം മറികടന്നാണ് ബാറുകൾ തുറന്നിരിക്കുന്നത്. കേരളത്തിലെ ബാറുകൾക്ക് ബിയർ, വൈൻ ലൈസൻസ് അനുവദിച്ചതിന് പിന്നിൽ കിങ്ഫിഷർ കമ്പനിയുമായി സർക്കാരിലെ ഉന്നത വ്യക്തികൾ കോഴയുടെ കാര്യത്തിലുണ്ടാക്കിയ രഹസ്യധാരണയെന്ന് ചെറിയാൻ ഫിലിപ്പ്. കിങ്ഫിഷർ കമ്പനിയുടെ ഉടമ വിജയ് മല്യയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും ദില്ലിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ബിയർ വിൽപ്പന അടിസ്ഥാനത്തിൽ കോടികളുടെ കോഴയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബിയറിൽ ആൽക്കഹോൾ 20% വരെയാക്കി സ്ട്രോങ് ബിയർ വിപണിയിൽ ഇറക്കും. വൈനിന്റെ വീര്യം 24% വർദ്ധിപ്പിക്കാനാണ് നീക്കമെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. KTDCയുടെ വിവിധ ബിയർ പാർലറുകളിൽ കിങ്ഫിഷറിന്റെ വൻ ബോർഡുകളും പരസ്യചിത്രങ്ങളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് പൊന്നാനിയിൽ കൊടിയുയർന്നു. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നാളെയും തുടരും. സംഘടനാ തലത്തിൽ പാർട്ടിക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനായെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിപ്പിക്കാനായില്ലെന്നും അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും തടയാനായില്ലെന്നുമുള്ള സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുള്ള ചർച്ചകളാണ് തുടരുന്നത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അംഗബലത്തിലും സംഘടനാ തലത്തിലും പാർട്ടിക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനായെന്ന് പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിപ്പിക്കാനായില്ല. അംഗത്വത്തിലെ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഒഴിവാക്കാനായില്ലെന്ന സ്വയം വിമർശനവും പാർട്ടി നടത്തുന്നു. 100-ലധികം ബൂത്തുകളിൽ പാർട്ടി ഘടകങ്ങൾ നിലവിലില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഇത് പരിഹരിക്കുന്നതിനുള്ള 16 നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട 90 പേജുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. പൊതുചർച്ച ബുധനാഴ്ച പൂർത്തിയാവും. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താനുള്ള സമഗ്രമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്.
പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് റാന്നിയിൽ തുടക്കമായി. ജില്ലാ സെക്രട്ടറി K അനന്തഗോപൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം നാളെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി K അനന്തഗോപൻ പതാക ഉയർത്തിയോടെയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. റാന്നിയിലെ പൊതുസമ്മേളന നഗറിൽ പതാക ഉയർത്തുന്നതിനുള്ള കപ്പി, കയർ, കൊടി, കൊടിമരം, ദീപശിഖ എന്നിവ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജാഥയായാണ് എത്തിച്ചത്. വിവിധ സ്ഥലങ്ങളിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുമാണ് ജാഥകൾ പുറപ്പെട്ടത്. പത്തനംതിട്ടയിലെ CV ജോസ് സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ദീപശിഖ എത്തിച്ചേർന്നത്. കൊടിമരങ്ങൾ ചിറ്റാറിൽ നിന്നും കോഴഞ്ചേരിയിൽ നിന്നും എത്തിച്ചു. പന്തളം രക്തസാക്ഷി മണ്ഡപം, കൊടുമണ്ണിലെ M രാജേഷ് രക്തസാക്ഷി മണ്ഡപം എന്നിവിടങ്ങളിൽ നിന്നാണ് പതാക എത്തിച്ചത്. രക്തസാക്ഷികളായ കോട്ടൂർ കുഞ്ഞുഞ്ഞ്, വെള്ളിയാനി അനിരുദ്ധൻ എന്നിവരുടെ നാട്ടിൽ നിന്നാണ് കാപ്പിയും കയറും എത്തിച്ചത്. ഈ ജാഥകളെല്ലാം റാന്നി പെരുമ്പുഴ സ്റ്റാൻഡിൽ ഒത്തുചേർന്ന ശേഷം സമ്മേളന നഗരിയായ PK ചന്ദ്രാനന്ദൻ നഗരിയിലേക്ക് നീങ്ങി. തുടർന്ന് ജില്ലാ സെക്രട്ടറി അനന്തഗോപൻ ദീപശിഖ ഏറ്റുവാങ്ങി. ഇതിനുശേഷം ജില്ലാ സെക്രട്ടറി പതാക ഉയർത്തിയതോടെയാണ് ജനുവരി 8 വരെ നീളുന്ന സമ്മേളനത്തിന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണത്തിൽ 30 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് KB ഗണേഷ് കുമാർ MLA. ദേശീയ ഗെയിംസിൽ അപമാനകരമായത് സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ദേശീയ ഗെയിംസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. അതേസമയം ബാഹ്യ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് സായി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പത്രോസ് മത്തായി ഗെയിംസിന്റെ ദേശീയ ഗെയിംസ് ടെക്നിക്കൽ കമ്മിറ്റി കോ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് പുതിയ ഗുരുതര അഴിമതി ആരോപണമാണ് KB ഗണേഷ് കുമാർ MLA ഉന്നയിച്ചത്. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണത്തിൽ 30 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. റോഡ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് ദേശീയ ഗെയിംസിന്റെ പേരിലും അഴിമതി നടത്തിയെന്നും ഗണേഷ് ആരോപിച്ചു. 30 കോടിയോളം രൂപ തിരുവനന്തപുരത്ത് നാഷണൽ ഗെയിംസ് ഈ ബന്ധപ്പെട്ട പണം നാഷണൽ ഗെയിംസ് ഹെഡിൽ നിന്നും നാഷണൽ ഗെയിംസിന്റെ പേരിൽ PWD വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിന്റെ സുതാര്യതയെക്കുറിച്ച് അന്വേഷിക്കണം. നാഷണൽ ഗെയിംസിൻ്റെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഷണൽ ഗെയിംസിൻ്റെ സ്റ്റേഡിയങ്ങൾ പണിയുന്നതൊന്നും അല്ല, അതൊന്നും PWD അല്ല പണിയുന്നത്. PWD റോഡ് വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അന്വേഷിക്കണം. ഇല്ല, ജനപ്രതിനിധികളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ നല്ല ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരാണ് പലരും. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ദേശീയ ഗെയിംസ് നടത്തിപ്പിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രതികരിച്ചു. ആരോപണങ്ങൾ ഉയരുന്നത് ദേശീയ ഗെയിംസിന് അപമാനകരമാണ്. സഹകരിക്കേണ്ടവരെ തള്ളിമാറ്റി സങ്കുചിത നിലപാടുള്ളവരെ സ്വീകരിച്ചതുകൊണ്ടാണ് വിവാദങ്ങൾ ഉയർന്നതെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇത്തരമൊരു മഹാസംരംഭം എത്രമാത്രം പിടിപ്പുകെട്ട രീതിയിൽ നടത്താനാകും എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇത് ആരുടെയും പ്രശ്നമല്ല, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ദേശീയ ഗെയിംസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി നൽകി. ആരോപണങ്ങൾ ഉന്നയിച്ച് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കരുത്. ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. നാഷണൽ ഗെയിംസ് ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല. പക്ഷേ അവർ പറയുന്നതിനകത്ത് യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അത് അന്വേഷിക്കും. അതേസമയം സായി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പത്രോസ് മത്തായി ദേശീയ ഗെയിംസിന്റെ ടെക്നിക്കൽ കമ്മിറ്റി കോ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ബാഹ്യ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് പത്രോസ് മത്തായി പീപ്പിളിനോട് പറഞ്ഞു. 1987 തിരുവനന്തപുരത്ത് നടന്ന ദേശീയ ഗെയിംസിലെ ടെക്നിക്കൽ കൺവീനറായിരുന്നു പത്രോസ് മത്തായി. ന്യൂസ് ഡെസ്ക്. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കേണ്ട തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പണി പാതി പോലും പൂർത്തിയാക്കാൻ ഇതുവരെ ആയിട്ടില്ല. 161 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയം ഉദ്ഘാടന ദിവസത്തേക്ക് തൽക്കാലം തട്ടിക്കൂട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. 25 ദിവസങ്ങൾക്ക് ശേഷം ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കേണ്ട കാര്യവട്ടത്തെ വേദിയാണിത്. ജനുവരി 31 ഉദ്ഘാടന ചടങ്ങുകൾക്ക് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒട്ടും ഗ്രീനല്ല കാര്യങ്ങൾ. പൊതു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയത്തിൽ കോടികൾ ഒഴുക്കിയിട്ടും പണി പാതി വഴിയിലാണ്. 3 മാസം മുമ്പ് മാത്രമാണ് ഇവിടെ ജോലികൾ പൂർണ്ണതോതിൽ ആരംഭിച്ചത്. സ്റ്റേഡിയത്തിലേക്കുള്ള വഴിയുടെ ടാറിംഗ് പൂർത്തിയാക്കണമെങ്കിൽ
ഇനിയും മാസങ്ങളെടുക്കും. സമീപമുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. മേൽക്കൂരയുടെ പണി 80% ബാക്കിയാണ്. 2 മാസം മുമ്പ് ആരംഭിച്ച കസേല ഉറപ്പിക്കലിന്റെ കാര്യവും വ്യത്യസ്തമല്ല. വെളിച്ച സംവിധാനത്തിന്റെ പണി കഴിഞ്ഞതിനാൽ രാത്രിയും പണി നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ മുൻവശം മാത്രം തൽക്കാലം പെയിന്റ് ചെയ്യാനാണ് തീരുമാനം. വാർപ്പിനായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ സ്റ്റേഡിയത്തിന്റെ 4 പാടും ചിതറിക്കിടക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കേണ്ട മൈതാനത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പുരോഗമിച്ചാലും അടുത്ത 3 ആഴ്ച കൊണ്ട് ഈ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡിൽ നിന്നും ക്യാമറാമാൻ ചന്ദ്രുവിനൊപ്പം എസ് നികേഷ്. മലയാളത്തിന്റെ അമ്മ എന്ന വിശേഷണം അധികമാകില്ല കവിയൂർ പൊന്നമ്മയ്ക്ക്. 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് ആശംസകളുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തി. ആലുവയിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ മമ്മൂട്ടി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. മുഖം നിറഞ്ഞ ചിരിയിൽ ഒരായുസിന്റെ സ്നേഹമൊളിപ്പിച്ച അമ്മയാണ് മലയാളിക്ക് കവിയൂർ പൊന്നമ്മ. അഭിനയത്തിന്റെ അതിതീവ്ര മുഹൂർത്തങ്ങളിലൂടെ മലയാളത്തിന്റെയും മലയാളികളുടെയും അമ്മയായി മാറി അവർ. ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിയായിരുന്നു അമ്മയുടെ 70-ാം പിറന്നാൾ ആഘോഷവും. 7 തിരിയിട്ട നിലവിളക്കിൽ തിരികൊളുത്തിയ അമ്മയ്ക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചെത്തിയവർക്ക് കൈകൾ കൂപ്പി നന്ദി പറഞ്ഞ കവിയൂർ പൊന്നമ്മ എല്ലാവർക്കും നല്ലത് വരണമെന്നാണ് പിറന്നാൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞു. അടുത്ത ബന്ധുക്കളും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളായ ബാലചന്ദ്രമേനോൻ, സിദ്ദിഖ്, ഇടവേള ബാബു, അബു സലീം തുടങ്ങിയവരും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ശബരിമല വിശേഷങ്ങൾ. സൈക്കിൾ പ്യൂർ അഗർബത്തീസ് ശബരിമല വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ ദൈവമുണ്ട്. സൈക്കിൾ പ്യൂർ അഗർബത്തീസ്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കീഴിൽ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകമായി ക്രമക്കേട് കണ്ടെത്തി. അനധികൃതമായി വിൽപ്പന നടത്തിയ സാധനങ്ങളും വൻതോതിൽ ലഹരി വസ്തുക്കളും സ്ക്വാഡ് പിടിച്ചെടുത്തു. ജില്ലാ കളക്ടറുടെ കീഴിൽ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡ് ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ കാഴ്ചവെച്ച സേവനം പ്രശംസനീയമാണ്. ഇതിന്റെ ഫലമായി സന്നിധാനത്ത് ഭക്തിയുടെ മറവിൽ പ്രവർത്തിക്കുന്ന നിരവധി കള്ളനാണയങ്ങളെ പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ചൂഷണമാണ് ഇതിൽ പ്രധാനം. ഹോട്ടലുകൾ, പാത്രക്കടകൾ, ഫാൻസി കടകൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങൾ ഭക്തജനങ്ങളെ കൊള്ളയടിച്ചത് യഥാസമയം കണ്ടെത്താൻ ചുമതലയുള്ള ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൃഷ്ണകുമാറിനും സംഘത്തിനും കഴിഞ്ഞു. അമിത വില ഈടാക്കിയതിനും അളവിലും തൂക്കത്തിലും കൃത്രിമം കാട്ടിയതിനും അനധികൃത കച്ചവടത്തിനുമെല്ലാം വൻ പിഴ ചുമത്തിയും സാധനങ്ങൾ പിടിച്ചെടുത്തും ചൂഷണം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അമിതമായി വില ഈടാക്കുന്ന പാത്രക്കടകൾ, ഹോട്ടലുകൾ ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഫൈൻ ഈടാക്കി വരുന്നുണ്ട്. ഇനിയും അത് ആവർത്തിച്ചാൽ ആ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കഞ്ചാവ്, ഹാൻസ്, ബീഡി, സിഗരറ്റ് തുടങ്ങിയവ എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിച്ച് സന്നിധാനത്തെത്തുന്നുണ്ട്. കൊള്ള വില ഈടാക്കിയാണ് ഈ ലഹരി വസ്തുക്കൾ ഏജന്റുമാർ സന്നിധാനത്ത് വിൽപ്പന നടത്തുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തമായ ലോബിയെ പിടികൂടാൻ പ്രയാസമാണെന്ന് മജിസ്ട്രേറ്റ് കൃഷ്ണകുമാർ പറയുന്നു. ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു ലോബിയുണ്ട്. ആ ലോബിയെ നമുക്ക് കണ്ടെത്തുന്നതിന് ഇതുവരെയും കഴിയാതെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ശക്തമായ റെയ്ഡിൻ്റെ ഫലമായിട്ട് ഇത് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തീർത്ഥാടന കാലം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 5,52,200 രൂപ പ്രത്യേക സ്ക്വാഡ് അനധികൃത കച്ചവടത്തിന് പിഴ ചുമത്തി. ക്യാമറാമാൻ വിനോദിനൊപ്പം BG മിനിഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.